നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ വ്യക്തിയുടെ നിങ്ങളെക്കുറിച്ചിട്ടുള്ള ഇപ്പോഴത്തെ ചിന്തയും അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയും. ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ഉണ്ട്. നിങ്ങളുമായിട്ട് റെസൊണേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക, അല്ലാത്തതൊക്കെ വിട്ട് കളയുക. നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. നിങ്ങളുടെ കാര്യത്തിനെ കുറിച്ചിട്ട് ഒരു വ്യക്തമായിട്ടുള്ളൊരു ക്ലിയർ പിക്ചർ ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് ഇപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് എന്തോ ഒരു നെഗറ്റീവ് എനർജി ബാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് മാജിക് ആഭിചാര ദോഷം ബാധിച്ചിട്ടുണ്ട്. അതിനൊരു പരിഹാരം ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം ഡീപ്പാണ് ആ ഒരു എനർജി നിങ്ങളുടെ ലൈഫിൽ എന്നുള്ളത് തിരിച്ചറിയണം. അത് റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ. ചില ആൾക്കാർക്ക് അത് എത്രത്തോളം ഉണ്ടെന്ന് നേരത്തെ അറിയാൻ സാധിക്കും. കാരണം അവരൊന്നെങ്കിൽ പോയി റീഡേഴ്സിൻ്റെ അടുത്ത് പോയി റീഡിംഗ് എടുത്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആസ്ട്രോളജറിൻ്റെ അടുത്ത് പോയി അറിഞ്ഞിട്ടുണ്ടാവാം. അങ്ങനത്തെ കേസിലാണെങ്കിൽ പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടും. അല്ലാത്ത പക്ഷം ഇപ്പം നിങ്ങൾക്കറിയാം ബ്ലാക്ക് മാജിക് ഉണ്ട്, പക്ഷേ എത്രത്തോളം ഇൻറ്റൻസ് ആണെന്ന് അറിയത്തില്ല. അങ്ങനെ അറിയാത്ത സ്ഥിതിക്ക് നിങ്ങൾ പോയൊരു പരിഹാരം ചെയ്യുമ്പോൾ അത് റിസൾട്ട് കിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ തരത്തിലെ ബ്ലാക്ക് മാജിക് എനർജിക്കും പല പല പരിഹാരങ്ങളാണ്, പല പല മന്ത്രങ്ങൾ, പല പല പൂജ, അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളടുത്ത് സ്നേഹമില്ല, അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം അവരിൽ നിന്ന് ലഭിക്കുന്നില്ല. ഇതൊക്കെയാണെങ്കിൽ കൃത്യമായിട്ട് പരിഹാരം ചെയ്യാൻ പറ്റും. അതായത് ഇതിനെ പരിഹാരമായിട്ട് നൽകുന്നത് ബ്രേസ്ലെറ്റ് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ലവ് അട്രാക്ഷൻ ബ്രേസ്ലെറ്റ്, തേർഡ് പാർട്ടി റിമൂവർ ബ്രേസ്ലെറ്റ് ഉണ്ട്. അതായത് അത് നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ഉപയോഗിച്ചിട്ട് തയ്യാറാക്കുന്നതാണ്. ഈ ബ്രേസ്ലെറ്റ് ഉപയോഗിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ റിച്വൽസും ഉണ്ട്. അതും ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ വ്യക്തി ഉണ്ടല്ലോ, നിങ്ങളുടെ വ്യക്തിയുടെ മൈൻഡ് പതുക്കനെ ചേഞ്ച് ആവാൻ തുടങ്ങും. നിങ്ങളുടെ വ്യക്തിയുടെ മൈൻഡ് ചേഞ്ച് ആവുന്ന റിച്വൽസാണ് തരുന്നത്. നിങ്ങളുടെ ആ തരുന്ന ബ്രേസ്ലെറ്റ് ഉണ്ടല്ലോ, അത് അത്രയ്ക്ക് പവർഫുള്ളാണ്. കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ബ്രേസ്ലെറ്റ് ആണ്. അതായത് നിങ്ങളുടെ സെയിം സിറ്റുവേഷൻ അനുഭവിക്കുന്ന വേറൊരാളുണ്ടെന്ന് വെച്ചോ, നിങ്ങൾ യൂസ് ചെയ്യുന്ന ആ ഒരു ബ്രേസ്ലെറ്റ് ആ ഒരു വ്യക്തിക്ക് കൊടുത്തു കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടില്ല. അതാണ് കസ്റ്റമൈസേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ബ്രേസ്ലെറ്റ് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യുമ്പോൾ മാത്രമായിരിക്കും റിസൾട്ട് കിട്ടുന്നത്. പേഴ്സണൽ റീഡിംഗ് എടുക്കാനായിട്ടും ബ്രേസ്ലെറ്റ് വാങ്ങിക്കാനായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. വീഡിയോയുടെ അവസാനം ഒരു ചെറിയ റിച്വൽ പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഓം നമഃ ശിവായ. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ എനർജി ഉണ്ടല്ലോ, അത് ഓരോ ദിവസം കഴിയുമ്പം ചേഞ്ച് ആവുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയും നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിൽ ബ്രേക്കപ്പ് ആയ സമയത്ത് നിങ്ങളുടെ എനർജി സെയിം ആണ്. അതായത് എന്താ പറയുക, നിങ്ങൾക്ക് വിഷമമാണ്, നിങ്ങൾക്ക് ചിന്ത, ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ ഓരോ ദിവസവും ഓരോ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. അത് കൂടുതൽ ഇവിടെ നെഗറ്റീവ് കാര്യങ്ങൾ സംഭവിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ വ്യക്തി ഒരുപാട് ചാലഞ്ചസ് നേരിടേണ്ടി വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അവരുടെ ലൈഫ് അങ്ങോട്ട് സ്മൂത്തായിട്ടല്ല പോകുന്നത്. ഒരുപാട് അഹങ്കാരം പിടിച്ചൊരു ലൈഫായിരുന്നു നിങ്ങളുടെ വ്യക്തിയുടേത് എന്നാണ് ഇവിടെ യൂണിവേഴ്സിന് പറയാനുള്ളത്. അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിയുടെ സ്വഭാവം അവിടെ നിങ്ങൾക്ക് തന്നെ അറിയാം, കുറച്ച് അഹങ്കാരം പിടിച്ചൊരു സ്വഭാവമായിരുന്നു. ആ അഹങ്കാരം പിടിച്ച സ്വഭാവം കാരണം നിങ്ങളുടെ വ്യക്തി എവിടെയും വിജയിച്ചിട്ടില്ല. കാരണം പല സാഹചര്യത്തിലും നിങ്ങളാണ് നിങ്ങളുടെ വ്യക്തിയെ ഹെൽപ്പ് ചെയ്തത്. ഇപ്പോഴും നോക്കുവാണെങ്കിൽ അവരുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നു, പക്ഷെ അഹങ്കാരത്തിന് ഒട്ടും കുറവില്ല. എല്ലാവരുടെയും മുമ്പിൽ അവർ താന്നുപോയി, അല്ലെങ്കിൽ അവരുടെ കണ്ടീഷൻ വളരെ വേഴ്സാണ്, അവർ മോശപ്പെട്ട ഒരു അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്ന് അവർക്ക് കാണിക്കാൻ അവർക്ക് താല്പര്യമില്ല. അത് അവരിപ്പോൾ നോർമലായിട്ടും അല്ല ആക്ച്വലി നടക്കുന്നത് പോലും. എല്ലാവരുടെ അടുത്തും ഭയങ്കര രീതിയിൽ ദേഷ്യപ്പെട്ട് അഹങ്കാര വർത്തമാനമൊക്കെ പറഞ്ഞിട്ടാണ് നടക്കുന്നത്. അതവരുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ കൊണ്ടിട്ടാണ് കേട്ടോ. ഇവിടെ നിങ്ങളുടെ വ്യക്തിക്ക് മാനസിക നിലയിൽ എന്തൊക്കെയോ പ്രശ്നമുള്ളതായിട്ട് കാണുന്നുണ്ട്. അവർക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല പല കാര്യത്തിലും. അവർ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അവർക്ക് തന്നെ അറിയാം അവർ എന്തൊക്കെയോ കാര്യങ്ങൾ തീരുമാനം എടുത്ത് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റായിട്ട് അവർ ഒരു ലൈഫിൽ ഒരുപാട് സഫർ ചെയ്യേണ്ടി വന്നു.
ഇപ്പോൾ അവർക്ക് ആവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഉപദേശിക്കേണ്ട ഒരാളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി ഇവിടെ മാനസികമായിട്ട് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞല്ലോ. നിങ്ങളുടെ വ്യക്തി ഇവിടെ കൗൺസിലറിനെ കാണാൻ പോയതായിട്ട് കാണുന്നുണ്ട്, ഒരു സൈക്കോളജിസ്റ്റ്. ചില ആൾക്കാർ സൈക്യാട്രിസ്റ്റിനെ കണ്ടിട്ട് മാനസികമായിട്ട് പ്രശ്നത്തിന് മരുന്ന് വരെ കഴിക്കുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ശരിക്കും ഒരു നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർ ശരിക്കും ട്രാപ്ഡ് ഇൻ ഫിയർ, അതായത് ഭയത്താൽ ബന്ധനപ്പെട്ടിരിക്കുന്ന അവസ്ഥ. അവർക്ക് പുറമെ എല്ലാവരും നോക്കുവാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് ഭയങ്കര ധൈര്യം, ഭയങ്കര ആറ്റിറ്റ്യൂഡ് അങ്ങനെയൊക്കെ. പക്ഷെ അവർ ശരിക്കും ഭയപ്പെട്ടിരിക്കുന്നു. അവരെ ആരോ ഹെൽപ്പ് ചെയ്യണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്കൊരു സഹായം വേണം. ആരെങ്കിലും ഒന്ന് സഹായിച്ചായിരുന്നെങ്കിൽ, അതായത് അവരുടെ ഈ ഭയം മാറ്റിയായിരുന്നെങ്കിൽ എന്നവർ അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. കുറേ ആൾക്കാർ ഇവിടെ കുറേ പേരുടെ എനർജി നോക്കുകയാണെങ്കിൽ അവർ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി കണ്ട് ചില ആൾക്കാർ മാനസിക രോഗത്തിന് മരുന്ന് കഴിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം അവരുടെ ലൈഫിൽ സന്തോഷം വരുന്ന ഒരു കാര്യം നടക്കുന്നില്ല. നിങ്ങളുടെ വ്യക്തി ശരിക്കും ഭയപ്പെട്ടിരിക്കുന്നു. അവർക്കൊരു സ്വസ്ഥത കിട്ടുന്നില്ല. അവരുടെ ലൈഫിൽ അവർ എന്തോ ഒരു കാര്യത്തിനെ ഹോൾഡ് ചെയ്ത് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നു. അതായത് ഇറുക്ക പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നു. ആ ഇറുക്ക പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നതിന് നിങ്ങളുടെ വ്യക്തിക്ക് അത് ദോഷമായിട്ടാണ് വന്ന് ഭവിക്കുന്നത്. ഇവിടെ ഈ നിങ്ങളുടെ വ്യക്തി ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞില്ലേ ഒരു വസ്തുവിനെ. ആ ഒരു വസ്തു എന്ന് പറയുന്നത് ഒരു തേർഡ് പാർട്ടി, ഒരു മനുഷ്യനെ തന്നെയാണ്. പക്ഷേ ഇവർ ഈ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു തേർഡ് പാർട്ടി ഉണ്ടല്ലോ, അത് നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ നെഗറ്റീവ് കാര്യങ്ങൾ മാത്രമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ ടോട്ടൽ എനർജി നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ഒരു നെഗറ്റീവ് എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ വ്യക്തി ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു തേർഡ് പേഴ്സൺ ശരിക്കും ഒരു ബാധ ബാധിച്ച ഒരാളായിട്ടാണ് കാണുന്നത്. ബാധാദോഷം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഈ ഒരു തേർഡ് പേഴ്സൺ ഉണ്ടല്ലോ, അത് ശരിക്കും ഒരു ഡെവിൾ എനർജിയെ ക്യാരി ചെയ്യുന്നുണ്ട്. ആ ഒരു ഡെവിൾ എനർജി ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ കൂടെ ഉണ്ട്. ആ ഒരു ഡെവിൾ എനർജിയാണ് നിങ്ങളുടെ വ്യക്തി ഹോൾഡ് ചെയ്തിരിക്കുന്നത്. അവരത് വിട്ടുകളയുന്നതുമില്ല, അവർക്കത് വിട്ടുകളയാൻ പറ്റുന്നതുമില്ല, വിട്ടുകളയാനുള്ള സാഹചര്യം ഉണ്ടാവുന്നില്ല. ആ വിട്ടുകളയണമെന്നുള്ളൊരു ചിന്ത പോലും അവരുടെ മനസ്സിൽ വരുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു ശേഷി നിങ്ങളുടെ വ്യക്തിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ വ്യക്തി ഭയത്താൽ ജീവിക്കുന്നതായിട്ടൊരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു അവസ്ഥയെ പറ്റിയിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് ആരോടും തന്നെ പറയാൻ സാധിക്കുന്നില്ല. കാരണം മനസ്സ് തുറന്ന് ഇപ്പോൾ അവർക്ക് ആരുടെ അടുത്തെങ്കിലും പറയണമെങ്കിൽ ഒന്നെങ്കിൽ അത് അവരുടെ ഫാമിലി മെമ്പേഴ്സ് ആവും, അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് ആവും. അവർ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റി എല്ലാവർക്കും മനസ്സിലാവില്ലേ. അതുകൊണ്ടാണ് ഒന്നെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ, അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിൻ്റെ, അല്ലെങ്കിൽ ഒരു കൗൺസിലറിൻ്റെ സഹായം തേടുന്നത്. ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും ഒരു വിജയം ലൈഫിൽ വരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെയെങ്കിലും ഒരു ഉപദേശം തേടി അവരെ ഈ ഒരു ഭയത്തിൽ നിന്ന്, ഒരു ട്രോമയിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നേ സാധിക്കത്തുള്ളൂ. പക്ഷേ അതായത് നിങ്ങളുടെ വ്യക്തി ഏതെങ്കിലും ഒരു കൗൺസിലറിനെ കണ്ടാലോ, ഏതെങ്കിലും ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടാലോ, സൈക്യാട്രിസ്റ്റിനെ കണ്ട് മരുന്ന് കഴിച്ചാൽ പോലും ഈ ഒരു അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടില്ലെന്ന് തന്നെ പറയുന്നുണ്ട് യൂണിവേഴ്സ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ബ്ലാക്ക് മാജിക് ചെയ്യുന്ന ഒരു ലേഡിയാണ്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇതിനകത്ത് ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഒരു ലേഡിയാണ്. നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്ന ഒരു പുരുഷനെയായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നു, ഓരോ ദിവസവും കഴിയുന്തോറും നിങ്ങളുടെ വ്യക്തി കൂടുതൽ പ്രശ്നത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അവർ കയ്യും കാലും ഇട്ട് അടിക്കുകയാണ്. പക്ഷെ ആ കയ്യും കാലും ഇട്ട് അടിക്കുന്ന കാര്യം അവർ വേറെ ആരെയും കാണിക്കുന്നില്ല. അവർ സ്വന്തമായിട്ട് തന്നെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഒരു പരിധി വരെ അവർ അത് ശ്രമിച്ച് പരാജയപ്പെട്ടു. നിങ്ങളുടെ വ്യക്തി ഇവിടെ സ്വപ്നം കാണുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളെക്കുറിച്ചിട്ട് പല കാര്യങ്ങളും നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. രാത്രി ഉറങ്ങുന്ന സമയത്താണ് പല കാര്യങ്ങളും ചിന്തിക്കുന്നത്. ആ ഒരു ചിന്തയെ ബേസ് ചെയ്ത് നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് പോയി സംസാരിക്കുന്നു. നിങ്ങളുടെ വ്യക്തിക്ക് അതായത് അവർ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും, കേൾക്കാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും പറയുന്നു. അവർക്ക് സഹായം ചെയ്യുന്നു, അവരെ ഭയത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്നു. ഈ സ്വപ്നമൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഇവർക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല. ഇവർ ഉറങ്ങിക്കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുമായിട്ടുള്ള സ്വപ്നങ്ങളൊക്കെ കാണുന്നു. പക്ഷേ ഈ ഉറങ്ങുന്നതിന് മുന്നേ ഉണ്ടല്ലോ, അവർ ശരിക്കും സഫർ ചെയ്യുന്നുണ്ട്. അവർ ശരിക്കും ഒരു ഡിപ്രഷൻ സ്റ്റേജിലാണ്. കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ഒരു മനോനില തെറ്റുന്നൊരവസ്ഥയിലേക്ക് പോവും.
ഇവിടെ നിങ്ങളുടെ വ്യക്തി മറ്റാരും കാണാത്ത പല കാര്യങ്ങളും കാണുന്നതായിട്ടും കാണുന്നുണ്ട്. അതായത് അദൃശ്യമായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ വ്യക്തി കാണുന്നു. അതൊരു ഡെവിളിനെയാണ് കാണുന്നത്. അതായത് ഒരു ആത്മാവ്, ബാധ, അല്ലെങ്കിൽ പിശാശി, ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കും. മിക്കപ്പോഴും നിങ്ങളുടെ വ്യക്തിക്ക് അതൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. അതായത് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, ഉറങ്ങുമ്പം അടുത്ത ആരോ വന്നിരിക്കുന്ന അവസ്ഥ, എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുമ്പോൾ പിന്നിലാരോ വന്ന് നിൽക്കുന്ന ഒരു ബ്ലാക്ക് ഷെയ്ഡ്, ഇതൊക്കെ കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ വ്യക്തിക്ക്. നിങ്ങളൊരു പക്ഷേ ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, നിങ്ങളുടെ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഉള്ള സമയത്ത് നിങ്ങൾക്കും ഇതുപോലൊക്കെയുള്ളൊരു ചിന്തകളും ഇതുപോലൊക്കെയുള്ള ഒരു അനുഭവം നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഈ വ്യക്തിയായിട്ട് എന്നാണോ ബ്രേക്കപ്പ് ആയത്, എന്നാണോ നിങ്ങൾ സെപ്പറേറ്റഡ് ആയത്, അപ്പം നിങ്ങൾക്ക് ആശ്വാസമുണ്ട് ആ ഒരു കാര്യത്തിൽ. അങ്ങനെ അദൃശ്യ രൂപങ്ങളെയോ അതുപോലുള്ള ആത്മാക്കളെയോ ഒന്നും നിങ്ങൾ കാണുന്നില്ല. ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ കരിയറിൽ എന്തോ പ്രശ്നമുള്ളതായിട്ട് കാണുന്നുണ്ട്. അവരുടെ ജോബ് സംബന്ധമായിട്ട് അവർക്ക് സ്വസ്ഥമായിട്ട് ജോബ് ചെയ്യാൻ സാധിക്കുന്നില്ല. കുറേ ആൾക്കാരുടെ എനർജി നോക്കുകയാണെങ്കിൽ അവരുടെ ജോബ് ഇവിടെ നഷ്ടപ്പെട്ടതായിട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ നഷ്ടപ്പെടുന്നൊരു വക്കിൽ നിൽക്കുന്നുണ്ട്. കുറേ പേർക്ക് ഇവിടെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്, സാമ്പത്തികമായിട്ട് സ്റ്റക്കാണ്. ഇവരെന്താണോ സാമ്പത്തികം ഉയർത്താൻ വേണ്ടി ചെയ്യുന്നത് അതൊക്കെ പരാജയപ്പെടുന്നു. കരിയറിലാണെങ്കിൽ തന്നെയും ഇപ്പോൾ അവർ ബിസിനസ്സാണ് അവർ ചെയ്യുന്നത്, പല രീതിയിലുള്ള നഷ്ടങ്ങളുണ്ട്. കാരണം ഒരുപാട് പേരുടെ പ്രാക്കുദോഷം, ശാപവാക്കുകളും നിങ്ങളുടെ വ്യക്തിയുടെ മേലുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന പല കാര്യങ്ങളും ദോഷമായി ഭവിക്കുന്നുണ്ട്. ഇപ്പോൾ അവർ ഓഫീസ് വർക്ക് ചെയ്യുന്നതാണെങ്കിൽ ആ കമ്പനിയിൽ തന്നെ പല ആൾക്കാരുടെ ശത്രുത നിങ്ങളുടെ വ്യക്തി പിടിച്ചു പറ്റിയതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ നിങ്ങളെക്കുറിച്ചിട്ട് ഓർക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ വ്യക്തിക്ക് വല്ലാത്തൊരു വികാരമാണ് വരുന്നത്, സങ്കടം വരുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സങ്കടപ്പെട്ടല്ല ഓർക്കുന്നത്, പക്ഷെ നിങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു സ്വപ്നമൊക്കെ കാണുന്ന സമയത്തുണ്ടല്ലോ, നെക്സ്റ്റ് ഡേ ആകുമ്പോഴത്തേക്ക് അവർക്കത് സ്വപ്നമാണെന്ന് വിചാരിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനൊക്കെ അതൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ച് റീയൂണിയനായി എന്നൊക്കെയാണ് അവർ സ്വപ്നം കാണുന്നത്. അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടുത്താൻ ചെല്ലുന്നു. നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു, നിങ്ങൾ ആശ്വാസം നൽകുന്നു. അടുത്ത ദിവസം ആകുമ്പോഴത്തേക്ക് ഇതൊരു സ്വപ്നമാണല്ലോ എന്ന് റിയലൈസ് ചെയ്തിട്ട് നിങ്ങളുടെ വ്യക്തി പിന്നെ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകുന്നു. നിങ്ങളുടെ വ്യക്തി ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, നിങ്ങളുടെ വ്യക്തിക്ക് അവർക്ക് മാനസിക നില തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വ്യക്തി ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും ഒരുപാട് തവണ മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് ബ്രേക്കപ്പ് ആയ സിറ്റുവേഷനിൽ നിന്ന് അവർ മൂവ് ഓൺ ആവാൻ ശ്രമിച്ചു. ബ്രേക്കപ്പ് ആയതിനു ശേഷം അവർ മൂവ് ഓൺ ആവാൻ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ അവരനുഭവിക്കുന്ന ഈ അവസ്ഥകൾ. അവർ ഇപ്പോൾ ഈ അനുഭവിക്കുന്ന അവസ്ഥകളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ആക്ച്വലി ഇവർ വിചാരിക്കുന്നത് മൂവ് ഓൺ ചെയ്യാൻ പോവുകയാണെന്ന്, പക്ഷേ ഇവർ രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. രക്ഷപ്പെടാൻ ശ്രമിക്കും തോറും ഇവർ, അതായത് നേരത്തെ പറഞ്ഞല്ലോ വെള്ളത്തിൽ കിടക്കുന്ന കൈയും കാലും ഒക്കെ ഇട്ട് അടിക്കുന്നെന്ന്, ഇവർ രക്ഷപ്പെടാൻ ശ്രമിക്കും തോറും കൂടുതൽ അവർ മുങ്ങിച്ചാവുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അവരുടെ ലൈഫിൽ ഒരു പുതിയൊരു ചാപ്റ്റർ തുടങ്ങണമെന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ എന്ത് ചെയ്യാൻ, അവർക്കത് പറ്റുന്നില്ല. അത് യൂണിവേഴ്സ് അതിനെ അനുവദിക്കുന്നില്ല. കാരണം അത്രത്തോളം പാപങ്ങളൊക്കെ ചെയ്തു കൂട്ടിയിട്ടുണ്ടേ. നിങ്ങളുടെ അടുത്ത് ചെയ്ത പല കാര്യത്തിനെ കുറിച്ചിട്ടും യൂണിവേഴ്സ് ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ലൈഫിൻ്റെ ഇടയിൽ ഇവരുടെ പല തീരുമാനങ്ങളും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്. അവർ ചില സമയങ്ങളിൽ കൃത്യമായിട്ട് നല്ല തീരുമാനം എടുത്തായിരുന്നെങ്കിൽ ലൈഫ് തന്നെ മാറിപ്പോയേനെ. തീരുമാനമെടുക്കേണ്ട സമയത്ത് സൈലൻ്റായിട്ടിരിക്കുകയും നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്തത് നിങ്ങളുടെ വ്യക്തിക്ക് വളരെയേറെ ദുഃഖം ഉണ്ടാക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. യൂണിവേഴ്സ് അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരിപ്പോൾ ചിന്തിക്കുന്ന നിങ്ങൾക്ക് ഫേവറബിളായിട്ട് നിങ്ങൾക്ക് യഥാർത്ഥ ന്യായം നിങ്ങളുടെ ഭാഗത്തായിരുന്നു. അതിന് വേണ്ടിയിട്ട് അവരൊരു ഡിസിഷൻ എടുത്തായിരുന്നെങ്കിൽ അവരുടെ ലൈഫ് ഈ ഒരു സ്റ്റേജിലേക്ക് പോവില്ലായിരുന്നു. യൂണിവേഴ്സ് ഇത് മനസ്സിലാക്കിപ്പിച്ച് കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുമായിട്ട് ഉള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, അത്രയ്ക്ക് ഇൻറ്റൻസ് ആയിരുന്നു. നിങ്ങൾ അത്രയ്ക്ക് ആ ഒരു വ്യക്തി അത് ഫീൽ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് നിങ്ങളുമായിട്ട് ബ്രേക്കപ്പ് ആയതിനു ശേഷം അത് ശരിക്കും മിസ്സായി കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ എത്രത്തോളം വാല്യുബിൾ ആയിട്ടുള്ള കാര്യമായിരുന്നു എന്നുള്ളൊരു ഓർമ്മ വരുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് ഭയങ്കര ഈഗോ ഉള്ളൊരു പേഴ്സൺ ആയിരുന്നു. ആ ഈഗോ ഉള്ള പേഴ്സൺ
ആയതുകൊണ്ട് തന്നെ അവർ വിചാരിച്ചിരുന്ന അവർ കാണിച്ചിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെക്കാൾ ഒരുപടി മുകളിലാണ് അവർ. ശരിക്കും നിങ്ങളെ ഡോമിനേറ്റ് ചെയ്തിട്ടുണ്ട് അവർ. മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളെ താഴ്ത്തി ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. ഇവരുടെ ഈഗോ ഹേർട്ട് ചെയ്യുന്ന എന്തെങ്കിലും നിങ്ങൾ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ, ആക്ച്വലി എന്തെങ്കിലും നല്ല കാര്യങ്ങളായിരിക്കും പറയുന്നത്, പക്ഷേ ചുമ്മാതെ അങ്ങ് ഇവരുടെ ഈഗോ ഹേർട്ടായിക്കൊണ്ടിരിക്കുക. അങ്ങനെ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ തീർന്ന്. പിന്നെ നിങ്ങൾക്ക് കുറേ ദിവസത്തേക്ക് അല്ലെങ്കിൽ കുറേ നാളത്തേക്ക് സ്വസ്ഥത തരത്തില്ല. എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യുക, പിന്നെ ദുരന്തം പിടിച്ചൊരു ജീവിതമായിരിക്കും കുറേ നാളത്തേക്ക് നിങ്ങൾക്ക് ആ വ്യക്തി തരുന്നത്. അതൊക്കെ ഓർക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു വ്യക്തി ഇപ്പോഴും ആൾക്കാരുടെ മുമ്പിൽ അഹങ്കാരം കാണിക്കാൻ നിങ്ങളുടെ വ്യക്തിക്ക് ഒരു കുറവുമില്ല. ഇങ്ങനെയൊക്കെ നിങ്ങളുടെ മുമ്പിലൊന്ന് താന്ന് തരായിരുന്നു എന്നവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് കൊടുത്ത സ്നേഹവും ആ ഒരു കരുതലും ആ ഒരു സ്ഥാനവും ഒക്കെ ഉണ്ടല്ലോ, നിങ്ങളുടെ വ്യക്തിക്ക് മറ്റാരും കൊടുത്തിട്ടില്ല. നിങ്ങളെന്ന വ്യക്തിക്ക് പകരമാവാൻ മറ്റാർക്കും സാധിക്കുന്നില്ല. അവർ തിരക്കിപ്പോയി. അതായത് നിങ്ങളെക്കാൾ നല്ലത് ആണ് എന്ന് അവർ വിചാരിച്ചത് പലതും അത് വളരെ മോശപ്പെട്ടതായിരുന്നു എന്ന് നിങ്ങളുടെ വ്യക്തി തിരിച്ചറിയുന്നുണ്ട്. നിങ്ങളെക്കാൾ കൂടുതൽ ആരൊക്കെയോ കൊടുക്കുമെന്ന് അവർ കരുതി. പക്ഷെ അവരിൽ നിന്നങ്ങ് ഒന്നും കിട്ടുന്നില്ല. അവരിൽ നിന്നും കുറേ ദുഃഖങ്ങളും കുറേ ടെൻഷൻസും എന്തൊക്കെയൊക്കെയാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ശരിക്കും മടുത്തിരിക്കുന്നു നിങ്ങളുടെ വ്യക്തി. നിങ്ങളുടെ വ്യക്തി ഒരു കാര്യം കൂടെ മനസ്സിലാക്കി കേട്ടോ, നിങ്ങളുടെ ആ ഒരു വില. നിങ്ങളുടെ വ്യക്തി ശരിക്കും ഇപ്പം നിങ്ങൾക്കൊരു വില തരുന്നുണ്ട്. മറ്റാരേക്കാളും അവരുടെ ജീവിതത്തിൽ അവർ പരിചയപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ അവരുടെ ജീവിതത്തിലുള്ള മറ്റാരേക്കാളും ഏറ്റവും നല്ലൊരു പേഴ്സൺ നിങ്ങളാണ് എന്ന സത്യം അവർ തിരിച്ചറിഞ്ഞു. ഒരു പക്ഷേ നിങ്ങൾ ബാക്കിയുള്ളവരെ പോലെ അല്ല നിങ്ങളുടെ വ്യക്തിയെ ട്രീറ്റ് ചെയ്തത്. ബാക്കിയുള്ളവരുടെ അടുത്ത് നിങ്ങൾ എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലൊന്നും അല്ല നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് ട്രീറ്റ് ചെയ്തത്. നിങ്ങൾ ചിലപ്പോൾ ഒരു കൈൻഡ് ഹേർട്ടഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കത്തില്ല. പക്ഷെ നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ ശരിക്കും ക്ഷമ കാണിച്ചിട്ടുണ്ട്. അങ്ങ് താഴ്ന്നു നിന്നിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. ബാക്കി ആരുടെ അടുത്ത് നിങ്ങളുടെ ഒരു വില വിട്ടിട്ട് നിങ്ങൾ പെരുമാറിയിട്ടില്ല. പക്ഷേ നിങ്ങളുടെ വ്യക്തിയുടെ മേൽ നിങ്ങൾ ശരിക്കും ഒരു സന്തോഷം കണ്ടെത്തി. നിങ്ങളുടെ ലോകം തന്നെ അവരായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ തന്നെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, എന്തിനാണ് വെറുതെ അവരുടെ മുമ്പിൽ വലിയ രീതിയിൽ പെരുമാറുന്നത്, നിങ്ങൾ ഒന്ന് താന്നു കൊടുത്താൽ എന്താ. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തന്നെ നിങ്ങളാണ് ശരിക്കും അങ്ങോട്ട് ചെന്ന് മാപ്പ് പറയുന്നത്. നിങ്ങൾ ശരിക്കും ഒരു കൊച്ചു കുട്ടിയെപ്പോലായിരുന്നു അവരെ നോക്കിക്കൊണ്ടിരുന്നത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നുണ്ട് കേട്ടോ. യൂണിവേഴ്സ് അവരെ കൊണ്ട് ചിന്തിപ്പിക്കുന്നുണ്ട്. അതാണ് സത്യം. അവരിപ്പോൾ അതൊന്നും ചിന്തിക്കേണ്ട. അവരുടെ ലൈഫിൽ നിന്ന്, അതായത് ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നിന്ന് എത്രയൊക്കെ മൂവ് ഓൺ ആവണമെന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ തന്നെയും ഈശ്വരൻ എന്ന് പറയുന്ന ഒരു ശക്തിയുണ്ട്. അത് നിങ്ങളുടെ വ്യക്തി വെറുതെ വിടില്ല. ഇതെല്ലാം നിങ്ങളുടെ വ്യക്തി ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. ഓരോ തവണ ഓർമ്മിപ്പിക്കുമ്പോഴും നിങ്ങളുടെ വ്യക്തി ശരിക്കും വേദനയിലേക്കാണ് പോകുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സിന് പറയാനുള്ളത്. ഇനി നിങ്ങളുടെ വ്യക്തിയുടെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു റിച്വൽ പറഞ്ഞു തരാം കേട്ടോ. അതിനായിട്ട് നിങ്ങൾക്ക് വേണ്ടുന്നത് തേൻ വേണം, ഒരു ഗ്ലാസ് ബോട്ടിൽ വേണം, ചെറിയ ബോട്ടിൽ മതി, ഒരു റോസാപ്പൂ വേണം. റോസാപ്പൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ പിങ്ക് കളർ എടുക്കുക അല്ലെങ്കിൽ റെഡ് കളർ എടുക്കുക. പിന്നെ വേണ്ടുന്നത് റോസ് വാട്ടറാണ്. പിന്നെ റെഡ് കളറിലെ ഒരു പെന്നും ഒരു ചെറിയ വൈറ്റ് കളറിലെ പേപ്പറും. നിങ്ങൾ ഒരിടത്ത് ഇരിക്കുക. ഇത് ഇച്ചിരി സമയം ഉള്ള സമയത്തെ നിങ്ങൾ ചെയ്യാവുള്ളൂ. മൈൻഡ് ഡിസ്ട്രാക്റ്റഡ് ആക്കരുത്. സൗണ്ടൊന്നും ഉണ്ടാവാൻ പാടില്ല. സൈലൻ്റ് ആയിട്ടിരിക്കണം. ഒരു 4 to 5 മിനിറ്റ്സ് ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കുക. അതിനുശേഷം ആ ഒരു ഗ്ലാസ് ബോട്ടിലുണ്ടല്ലോ തേൻ നിറയ്ക്കുക. നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് വേണം നിറയ്ക്കാൻ. കാരണം എന്ന് വെച്ചാൽ ഇത് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാനുള്ള റിച്വലാണ്. തേൻ നിറയ്ക്കുക. ബാക്കി പകുതി തേൻ നിറയ്ക്കുക, പകുതി റോസ് വാട്ടർ നിറയ്ക്കുക. ഓക്കെ. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ആ ഒരു പേപ്പറിലുണ്ടല്ലോ, ആ ഒരു പേപ്പറിൽ നിങ്ങളുടെ വ്യക്തിയുടെ പേരെഴുതുക. അപ്പുറത്തെ ഭാഗത്ത് നിങ്ങളുടെ പേരെഴുതുക. എന്നിട്ട് ഈ ഒരു പേപ്പർ അതിനകത്തോട്ട് നല്ല രീതിയിൽ ഡിപ്പ് ചെയ്ത് വെക്കുക. കീറിപ്പോകരുത്, ഡിപ്പ് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ ഒരു റോസാപ്പൂ ഉണ്ടല്ലോ, അത് സ്റ്റെമ്മും ഒക്കെ തണ്ടോട് കൂടിയുള്ള റോസാപ്പൂ വേണം കേട്ടോ എടുക്കാൻ. ആ ഒരു റോസാപ്പൂ ഫ്രഷ് ആയിരിക്കണം. അത് നെഞ്ചിലോട് ചേർത്ത് വെച്ചിട്ട് നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് നിങ്ങൾക്ക് എത്രത്തോളം സ്നേഹമാണോ ഉള്ളത് ആ സ്നേഹങ്ങളെല്ലാം ആ ഒരു റോസാപ്പൂവിലേക്ക് പോകുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. എന്നിട്ട് എത്രത്തോളം സ്നേഹമാണോ നിങ്ങൾക്ക് വേണ്ടുന്നത് ആ ഒരു സ്നേഹം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു
അത് കിട്ടുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം സന്തോഷമാണോ കിട്ടുന്നത് അത്രത്തോളം സന്തോഷവും കൂടെ കൊണ്ടുവരിക. നിങ്ങളുടെ സ്നേഹം ആ ഒരു റോസാപ്പൂവിലേക്ക് പോകുമ്പം നിങ്ങളുടെ വ്യക്തിയുടെ സ്നേഹം, അതായത് നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് എത്രത്തോളം സ്നേഹമാണോ കിട്ടുന്നത് ആ സ്നേഹം നിങ്ങൾക്ക് കിട്ടുന്നതായും സങ്കല്പിച്ച് ഈ ഒരു റോസാപ്പൂ ഉണ്ടല്ലോ, ഈ ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് ആ ഒരു ഹണിയും തേനും റോസ് വാട്ടറും നിങ്ങളുടെ ആ പേരും ഒക്കെ എഴുതി വെച്ചിരിക്കുന്ന ആ ഒരു ബോട്ടിലില്ലേ അതിനകത്തോട്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിപ്പ് ചെയ്യുക. അത് എങ്ങനെ വേണമെങ്കിലും ഡിപ്പ് ചെയ്യാം കേട്ടോ. മാക്സിമം ആ ഒരു റോസാപ്പൂ കംപ്ലീറ്റ് ആ ഒരു ലിക്വിഡിൽ ഡിപ്പായിട്ടിരിക്കണം. അതുകൊണ്ടത് നേരെ ഒരു തല കുത്തനെ ഇങ്ങനെ വെച്ചാലും മതി കേട്ടോ. ഇങ്ങനെ ഇൻവേർട്ട് ചെയ്തിട്ട് ഡിപ്പ് ചെയ്താലും മതി. എന്നിട്ട് ഇത് അടച്ച് വെക്കുക. അടച്ച് വെച്ചൊരു 21 days അങ്ങനെ ഇരിക്കട്ടെ. അതിനുശേഷം ഇത് കൊണ്ടുവന്നിട്ട് ശുദ്ധമായിട്ടുള്ള വെള്ളമില്ലേ, ഒന്നെങ്കിൽ പുഴയിലോ വേസ്റ്റുള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് കളയരുത് കേട്ടോ, അവിടെ കൊണ്ട് കളയുക. അല്ലെങ്കിൽ ചെടിയില്ലേ, നിങ്ങൾ ഓമനിച്ച് വളർത്തുന്ന ചെടിയുടെ ചുവട്ടിൽ കൊണ്ടൊഴിക്കുക. അത് യൂണിവേഴ്സിനെയൊക്കെ തന്നെ നിങ്ങളുടെ ആഗ്രഹം അയക്കുക. ഇത് റിച്വലാണ് കേട്ടോ. നിങ്ങളുടെ പ്രശ്നം എന്തും ആവട്ടെ, റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നം, ഫാമിലി പ്രോബ്ലംസ്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ബ്ലാക്ക് എനർജി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം, മണി ബ്ലോക്കേജ്, കരിയറിലുള്ള ബ്ലോക്കേജ്, ഇതിനെല്ലാം കൃത്യമായിട്ട് പരിഹാരവും ചെയ്തു തരുന്നതാണ്. നിങ്ങൾക്ക് കയ്യിൽ ധരിക്കാനുള്ള ബ്രേസ്ലെറ്റ് അത് നിങ്ങൾ ഒന്നുകൂടെ പറയാണ്, കസ്റ്റമൈസ് ചെയ്തിട്ടാണ് തരുന്നത്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ടുള്ള റിച്വൽസും മെഡിറ്റേഷൻസും എല്ലാം പറഞ്ഞു തരും. പേഴ്സണൽ റീഡിംഗ് എടുക്കാനായിട്ടും ബ്രേസ്ലെറ്റ് വാങ്ങാനായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സുരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻസായി രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.